ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പല നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോഴും, അതായത് ഇറച്ചി, മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൂടാണ്ട് പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങൾ, ഇതൊക്കെ തയ്യാറാക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്സും തയ്യാറാക്കാറുണ്ട്. സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ നാടൻ പലഹാരങ്ങളാകാം, അതല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേസ്ട്രീസ് ആകാം, അല്ലെങ്കിൽ ഐസ്ക്രീംസ്, പുഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാകാം. അത്തരം ഒരുപാട് വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അതെല്ലാം തന്നെ ഈ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടവുമാണ്. കാര്യം വീട്ടമ്മമാർക്കെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള കേക്ക്സ് അല്ലെങ്കിൽ പുഡിങ്സ് ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു പുതിയ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. പല കേക്ക്സ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു മാജിക് അവനിലൂടെ. ഇതും മറ്റൊരു കേക്ക്. ഇതൊരു ഓറഞ്ച് കേക്കാണ്. ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ഒരു ഓറഞ്ച് കേക്ക്. അതിനൊരു ഗ്ലേസ് ഐസിങ് എല്ലാം കൊടുത്തിട്ട്, കുറച്ച് ഫില്ലിങ്ങും എല്ലാം കൊടുത്തിട്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഓറഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ണ 200 ഗ്രാം, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, മൈദാമാവ് 2 കപ്പ്, ബേക്കിംഗ് പൗഡർ 2½ ടീസ്പൂൺ, മുട്ട 4 എണ്ണം, ചെറു ചൂടുവെള്ളം 1 ടേബിൾ സ്പൂൺ, ഓറഞ്ചിൻ്റെ ജ്യൂസ് 1 കപ്പ്, ഓറഞ്ച് ക്രഷ് 2 ടേബിൾ സ്പൂൺ, ഓറഞ്ച് കളർ ഒരൽപ്പം, ഓറഞ്ച് എസൻസ് 1/4 ടീസ്പൂൺ. ഓറഞ്ച് ബട്ടർ ഐസിങ്ങിന് വേണ്ട ചേരുവകൾ: വെണ്ണ 100 ഗ്രാം, ഐസിങ് ഷുഗർ 1 കപ്പ്, ഓറഞ്ച് ജ്യൂസ് 1 ടേബിൾ സ്പൂൺ. ഗ്ലേസ് ഐസിങ്ങിന് വേണ്ട ചേരുവകൾ: ഐസിങ് ഷുഗർ 2 കപ്പ്, ഓറഞ്ചിൻ്റെ ജ്യൂസ് 6 ടേബിൾ സ്പൂൺ, ഓറഞ്ച് കളർ ഒരൽപ്പം, നാരങ്ങാനീര് 2 ടീസ്പൂൺ. ഇനി നമ്മൾക്ക് ഓറഞ്ച് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യത്തെ ജോലി മൈദാമാവിൽ ബേക്കിംഗ് പൗഡർ ചേർത്തൊന്ന് ഇടയണം. ഇതിപ്പോൾ 2 കപ്പ് മൈദാമാവ്, ഇതിലേക്ക് ഒരു 2½ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2½ ചെറിയ സ്പൂൺ, ലെവൽ സ്പൂൺ തന്നെ എടുത്തോളൂ, കുമ്മിച്ചെടുക്കണം എന്നില്ല, ലെവൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിക്കുക, അത് കഴിഞ്ഞിട്ടൊന്ന് ഇടഞ്ഞെടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡർ മൈദാമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആകാനാണ്, അതായത് ഒന്നുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇടയാം, ഒരു അരിപ്പയിൽ കൂടി നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ ഇടഞ്ഞു കിട്ടും. അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ബീറ്റ് ചെയ്യാൻ പോകണം. ഒരു ബ്ലെൻഡർ എടുത്ത് വയ്ക്കുക, ഇലക്ട്രിക് ബ്ലെൻഡർ, അല്ലെങ്കിൽ ഒരു തടിത്തവി ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളൊരു 200 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ, റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഏറ്റവും നല്ല, അതായത് ഈ നമ്മൾ നിൽക്കുന്ന മുറിയുടെ അതേ ഒരു ഊഷ്മാവ്, അതാണ് വേണ്ടത്. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് അപ്പോൾ 200 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ, അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അപ്പോൾ 200 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണയും നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാൻ പോവാണ്. ഇത് തടിത്തവി ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞു കഴിഞ്ഞു. അതായത് ആ വെണ്ണയുടെയും പഞ്ചസാരയുടെയൊക്കെ ടെക്സ്ചർ മാറി, കുറച്ച് ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു രീതിയായി. പിന്നെ നിറവും കുറച്ചുകൂടി ഇളം കളറായി മാറിയിട്ടുണ്ട്, അതായത് ഒരു ലൈറ്റ് ക്രീം കളർ. ഇനി ഇതിലേക്ക് മുട്ട, 4 മുട്ടയാണ് അളവ്, അതിൽ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യും. ആദ്യം ഒരു മുട്ട, ഇങ്ങനെ ഓരോ മുട്ടയായിട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കും. മുട്ടയുടെ മഞ്ഞയും വെള്ളയും രണ്ടായിട്ട് നമ്മൾ വേർതിരിക്കുന്നില്ല, ഒന്നിച്ച് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മുട്ട ചേർത്തു, ഇനി രണ്ടാമത്തെ മുട്ട, അതുപോലെ 3, പിന്നെ 4, ഓരോന്നോരോന്നായിട്ട് ചേർക്കും. ഇനി മൂന്നാമത്തെ മുട്ട. ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മുട്ട ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി, അതിനുള്ള സമയം. നാലാമത്തെ അവസാനത്തെ മുട്ട.
സാധാരണഗതിയിൽ ഇങ്ങനെ മുട്ട ഇങ്ങനെ ചേർത്ത് ഈ വെണ്ണ പഞ്ചസാര മിശ്രിതത്തിൽ യോജിപ്പിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ബാറ്റർ ഈ ഭാഗം കുറച്ചൊന്ന് പിരിയുന്നത് പോലെ തോന്നും, കേർഡിൽഡ് ആകും. അങ്ങനെ വന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നും ഇച്ചിരി അതിനകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. ആ ഒരു പിരിഞ്ഞിരിക്കുന്ന പോലെയുള്ള ആ ഒരു രീതി മാറി, ആ ടെക്സ്ചർ മാറിയിട്ട് ശരിയായിക്കോളും. അപ്പോൾ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഇതിപ്പോൾ പിരിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മൈദ ബേക്കിംഗ് പൗഡർ കൂട്ട്. ഇത് 2 കപ്പ് മൈദാമാവും 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഇടഞ്ഞു വെച്ചതാണ്. ആദ്യം പകുതി ചേർക്കാം. ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് ടൈറ്റായി വരും. മാവിങ്ങനെ എന്താ പറയുക, കുറച്ചുകൂടി കട്ടിയായി വരും. ലൂസൊക്കെ മാറി ടൈറ്റായി തുടങ്ങും. അപ്പം മാവ് ഒന്ന് ടൈറ്റായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കട്ടിയായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം, ഒരുപാട് എന്താ പറയുക തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമല്ല, പക്ഷേ ചെറു ചൂടുവെള്ളം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യും. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതായത് നമ്മളിത് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണമല്ലോ, കാര്യം ഇനിയും കുറച്ച് മാവ് ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പോളം ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. അതായത് ഓറഞ്ച് വാങ്ങി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറ്. ശരിക്കും ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ നമുക്ക് നമ്മളുടെ കേക്കിന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഓറഞ്ച് ജ്യൂസും ചേർത്ത് കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കണം. അതായത് ഓറഞ്ച് ക്രഷ്. അതും കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരു ജെല്ലി മാതിരി ഇങ്ങനെ ലൂസായിട്ടിരിക്കുക, ഓറഞ്ച് ക്രഷ്. അതില്ലാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല, ചേർക്കണ്ട. ഉണ്ടെങ്കിൽ ഓറഞ്ച് ക്രഷ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ക്രഷ് അതും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന മാവും കൂടി ചേർക്കാം. അപ്പോൾ 2 കപ്പ് മൈദാ മാവിൽ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടഞ്ഞു വെച്ചത്, ആ മാവിൻ്റെ ബാക്കി. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ബാക്കി മാവും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ടൈറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇച്ചിരി കൂടെ ലൂസാക്കണം, വേണ്ടേ? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ടോട്ടൽ 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് ആദ്യമേ ചേർത്തു. ആദ്യത്തെ പകുതി മാവ് ഇട്ടപ്പോൾ നമ്മൾ ചേർത്ത്. ഇനി ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരല്പം കളറും കൂടി ചേർക്കുക. ഒരു ഓറഞ്ച് കളർ കൊടുക്കണ്ടേ? അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു കേക്ക് ആകുമ്പോൾ ഒരു ഓറഞ്ച് കളർ. ഇതോടൊപ്പം തന്നെ കുറച്ച് എസൻസും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഓറഞ്ച് എസൻസ് ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്. ഇത്രയും മതിയാകും. ഇത്രയും ആകുമ്പോൾ തന്നെ നല്ലൊരു ഓറഞ്ചിൻ്റെ സ്വാദുള്ളൊരു കേക്കായി മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബ്ലെൻഡർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു തടി കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. അപ്പം നല്ല കേക്കിൻ്റെ ബാറ്റർ നല്ല സോഫ്റ്റ് ഫ്ലഫി നല്ല പതഞ്ഞ രീതിയിൽ തന്നെ ആയിക്കഴിഞ്ഞു. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരിക്കും നമ്മളുടെ ഓറഞ്ച് കേക്ക്. അപ്പോൾ നമ്മുടെ ബാറ്റർ വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു കേക്ക് ടിൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ് കേക്ക് ടിൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിൻ എന്ന് പറയുമ്പോൾ ഇതിൽ അല്പം വെണ്ണ തടവി അതിൻ്റെ മുകളിൽ കുറച്ച് മൈദാ മാവിങ്ങനെ ഡസ്റ്റ് ചെയ്യണം, തൂവിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കൂടുതലായിട്ട് വരുന്ന മൈദാ മാവ് തട്ടിക്കളയുക. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന ടിൻ. ഇത് കേക്ക് പെട്ടെന്ന് ഇളകി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബാറ്ററും ഉണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ 2ആയിട്ട് മുറിച്ചിട്ട് നടുക്ക് ഫില്ലിങ് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് 2 കേക്ക് തയ്യാറാക്കിയിട്ട് 2 കൂടി ചേർത്തിട്ട് ഫില്ലിങ് വെച്ച് യോജിപ്പിക്കാം. അപ്പോൾ നമുക്കിത് ഈ ബാറ്ററിനെ 2ആക്കി 2 കേക്കായിട്ട് തന്നെ തയ്യാറാക്കാം. അപ്പോൾ പകുതി ബാറ്റർ ആദ്യം ഉപയോഗിക്കാം.
അപ്പോൾ നമ്മളുടെ ഒരു പ്രീ ഹീറ്റഡ് ഓവൻ, അപ്പോൾ പ്രീ ഹീറ്റഡ് എന്ന് വെച്ചാൽ കുറച്ച് ഒരു 5 മിനിറ്റ് നേരത്തെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിക് അവനിലേക്ക് 180 ഡിഗ്രി ചൂടിൽ നമുക്കൊന്ന് ടൈമിംഗ് സെറ്റ് ചെയ്യാം. ഏതാണ്ട് ഒരു 40 മിനിറ്റ് സമയം സെറ്റാക്കാം. പാകമാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കും.